ശ്രീ നസീർ, ഇപ്പോൾ ശശികുമാർ ആവർത്തിച്ച് KJP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണോ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ മുന്നോട്ട് പോക്ക് സാധ്യവുമല്ലല്ലോ. ഇപ്പോൾ സുരേന്ദ്രൻ തുടർന്നേക്കും, സുരേന്ദ്രന് പകരം മറ്റു പേര് ഉടനെ ഇല്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റു ചില പേരുകളും ഇടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ആ പേരുകളിലേക്ക് ഒരു തീരുമാനമായി വരാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ അതിനു മുമ്പായിട്ട് ആദ്യം ഇപ്പം സ്മൃതി 2 പ്രാവശ്യം എടുത്ത് ഇത് പുതിയ ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെ ലിസ്റ്റ് അനുസരിച്ചാണ് എന്ന വാദത്തോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു ലിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടാണ് എക്കാലത്തും കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഇവിടെ ഇത്തവണ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റ് അനുസരിച്ചല്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ RSSനെ സംബന്ധിച്ച് നേരത്തെ സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരില്ല. അപ്പോൾ ഈ സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് പകരം ആരോ ഇത് നിരീക്ഷിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ആവശ്യമായ ഇടപെടലുകളൊക്കെ സുരേന്ദ്രന്റെ പക്ഷത്തു നിന്നും മറ്റു ഗ്രൂപ്പിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. സംഘടന ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് പകരം എന്ന് പറയുമ്പോൾ അത് RSS തന്നെയാകില്ലേ ആ നിരീക്ഷണം നടത്തിയിട്ടുണ്ടാവുക? ഈ 2 ഗ്രൂപ്പുകളെയും ഇടപെടലും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരും ഭാഗത്തുനിന്നുള്ള ചില നേതാക്കന്മാരുടെയും ഗ്രൂപ്പിനെ അപ്രസക്തമാക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. കേരളത്തിലെ ഇപ്പൊ 27 ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിൽ പലതും ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നു. എന്നെ ഒരു ഉദാഹരണം പറയട്ടെ നസീർ. ഇപ്പോൾ കോഴിക്കോട് കാര്യം നോക്കൂ. ഏറ്റവും വിഭാഗീയത ശക്തമായ സ്ഥലമാണല്ലോ, പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്ഥലമാണല്ലോ. അതാണ് എം ടി രമേശിന്റെ സ്ഥലം, അതാണ് V മുരളീധരന്റെ സ്ഥലം, അതാണ് K സുരേന്ദ്രന്റെ സ്ഥലം. ഈ സ്ഥലത്ത് വന്നിരിക്കുന്ന പ്രകാശ് ബാബു ഇതിൽ ആരുടെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ആരുടെയുമല്ല. പ്രകാശ് ബാബു ആരുടെയും ഗ്രൂപ്പിൽപ്പെട്ടത് അല്ല എന്ന് സ്മൃതിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയോ എന്നാണ് എന്റെ മനസ്സിലാക്കുന്നത്. പറ്റില്ല. പ്രകാശ് ബാബു ആരുടെയും ഒരു ഗ്രൂപ്പിൽപ്പെട്ടത് തന്നെയാണ്. കാരണം അത് പ്രകാശ് ബാബു ഒരു ഗ്രൂപ്പിലും ഇല്ല എന്ന് സ്മൃതി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പ്രകാശ് ബാബു ഒരു ഗ്രൂപ്പിൽ പെട്ടത് ആളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രത്തിൻ്റെ ഇതേപോലൊരു പുതിയൊരു നിയമം വന്നു. അതെന്താണ്? 45 വയസ്സ് കഴിയാത്ത താഴെയുള്ള ആളുകൾ കേരളത്തിലെ എല്ലാ മണ്ഡലം അധ്യക്ഷന്മാരാകണം. 55 വയസ്സിന് താഴെയുള്ള ആളുകൾ ജില്ലാ അധ്യക്ഷന്മാർ. അത് എപ്പോഴാണ് വന്നതെന്നറിയോ? സംഘടനാ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ് ഈ കേന്ദ്രത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നെന്നും പറഞ്ഞ് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. ഇത് അറിയിച്ചിട്ട് ഈ നിയമം പ്രാബല്യത്തിലാക്കിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത് വെച്ചല്ല. പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് സാധാരണ പോലെ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ 55 വയസ്സ് എന്ന ഒരു ലൈൻ വെക്കുകയും അതിനപ്പുറത്തേക്ക് 60ഉം 62ഉം വയസ്സായ ആളുകളെ ജില്ലാധ്യക്ഷന്മാരാക്കിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ചില നിയമങ്ങളെ നമ്മുടെ സംസ്ഥാന നേതൃത്വം അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സംഘടനാ സംവിധാനത്തെ പരിപൂർണമായി തകർക്കുന്ന നിലയിലേക്ക് ഗ്രൂപ്പിസം കേരളത്തിൽ വളർന്നിരിക്കുന്നു. ഇവിടെ സാധാരണ കേരളത്തിൽ BJPക്ക് ഇനി വളരാൻ കഴിയാത്ത വിധത്തിൽ പ്രവർത്തകർ മൊത്തം ഒരു വിരുദ്ധ ചേരിയിലേക്ക് മാറുകയാണ്. കാരണം കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ യുവാക്കളെ കൊണ്ടുവരണം, നല്ലൊരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനാപരമായിട്ട് 2ാം തരം 3ാം തരം നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരികയും പുതിയ നേതാക്കന്മാരെ പടിപടിയായി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. പക്ഷേ കേരളത്തിൽ കൊണ്ടുവരുന്നപ്പോൾ യുവാക്കളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. യുവാക്കൾ ഇവിടെ യുവമോർച്ചയുണ്ട്. യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യക്ഷത്തിൽ സംഘടനാപരമായി പ്രവർത്തിക്കാത്ത പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോൾ ആ പാർട്ടിയിൽ കഴിഞ്ഞ 10ഉം 20ഉം 30ഉം വർഷം പണിയെടുക്കുന്ന ഈ സാധാരണ നേതൃത്വ നിരയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരെ സംബന്ധിച്ച് വേദനയുണ്ടാക്കുന്നതാണ്. ഇത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ ഗുരുതരമായി BJPയെ ബാധിച്ചിരിക്കുന്നൊരു വിഷയം താണിത്. ഇത് നിരവധി ഭാഗത്തു നിന്ന് ഇതിനെതിരെ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ വന്നല്ലോ. എന്ത് പരുഷമായിട്ടാണ് സുരേന്ദ്രൻ അതിനെ വിമർശിച്ചത്?
ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ വളരെ ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ ശക്തമായി നിൽക്കുന്ന ഒരു ജില്ലയും ശക്തമായിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയുമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ശിവരാജനൊക്കെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാം. അദ്ദേഹം പാലക്കാടിന് വേണ്ടി അവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രവർത്തനം നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീരാവുന്നതല്ല. അത്രയും നല്ല രീതിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമീളയും അടക്കമുള്ള അവിടുത്തെ കൗൺസിലർമാർ അവരുടെ വാക്കുകളെ ഒന്ന് ചർച്ച ചെയ്യാം എന്ന് പോലും പറയാത്ത വിധത്തിൽ ധാർഷ്ട്യത്തോടു കൂടി മാത്രമേ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ BJPയുടെ പ്രവർത്തകരോട് സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാമെന്നോ അല്ലെങ്കിൽ അതിന്റെ പരിഹാരം കണ്ടെത്താനോ അതിനോട് ചർച്ച ചെയ്യാനോ ഈ BJPയുടെ നേതൃത്വം തയ്യാറല്ല. എത്ര ഉന്നതനാണെങ്കിലും അവരൊരു അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ നയമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതാണ് BJPയുടെ പരാജയത്തിന് കാരണവും BJPയിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.